ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, എൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യം, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സുവിശേഷം 2-ാം അധ്യായം ഒരു പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ കഴിയാതെ അവർ വീടിൻ്റെ മുകൾ ഭാഗം പൊളിച്ച് യേശുവിൻ്റെ മുൻപിൽ എത്തിക്കുന്നു. യേശു 4 പേർ ചുമന്നുകൊണ്ടുവന്ന ആ ചുമട്ടുകാരെ ദൈവം അവരുടെ വിശ്വാസത്തെ കണ്ട് സന്തോഷിച്ച് ശേഷം ആ പക്ഷപാതക്കാരനോട് പറയുന്ന ഭാഗമാണ് ധ്യാനചിത്രം. യേശു പക്ഷപാതക്കാരനോട് പറയുകയാണ്, നിന്റെ പാപം മോചിച്ച് തന്നിരിക്കും. യഥാർത്ഥമായും അങ്ങനെയല്ല പറയേണ്ടത്. നിന്റെ രോഗം സൗഖ്യമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ രോഗിയല്ല എന്നും ആ രോഗത്തെ ശാസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ യേശു അവൻ്റെ പക്ഷപാത രോഗത്തിൻ്റെ കാരണമായി പാപം ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പാപത്തെ അവനിൽ നിന്ന് മാറ്റിക്കളയും, അല്ലെങ്കിൽ പാപത്തെ മോചിക്കുന്നു എന്നതാണ്. പാപത്തെ ദൈവമക്കളെ, യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ അടുത്ത് എന്നാൽ യേശുവിൻ്റെ മുമ്പിൽ ഒരു വിഷയം കൊണ്ടുവച്ചാൽ യേശു ആ വിഷയത്തെ കാണുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. നോക്കണം, പക്ഷപാതക്കാർ ആ രോഗിയെ 4 പേർ ചുമന്നുകൊണ്ട് വരുമ്പോൾ അവർ കണ്ടത് പക്ഷപാത രോഗമാണ്, അല്ലെ അവന് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വന്നവരെല്ലാം വിസ്മയിക്കാൻ കാരണം എന്താ? വിസ്മയിക്കാൻ കാരണം അവരെല്ലാം നോക്കുമ്പോൾ ഫിസിക്കലി, അല്ലെങ്കിൽ അവിടെ കണ്ണുകൊണ്ട് കാണുന്നത് അവൻ നടക്കാൻ കഴിയാത്ത ഒരു കിടപ്പിലായിപ്പോയി രോഗിയായിട്ട്. പക്ഷേ അവനെ കിടപ്പിലാക്കി കളഞ്ഞത്, അവനെ രോഗിയാക്കി കളഞ്ഞത്, അവനെ തളർത്തി കളഞ്ഞത്, ഒന്നും ചെയ്യാതാക്കി നിശ്ചലമാക്കി കളഞ്ഞത് പാപമായിരുന്നു എന്ന് യേശു മനസ്സിലാക്കിയിട്ട് യേശു ആ പാപത്തെ അവനിൽ നിന്ന് മാറ്റിക്കളയുക, ആ പാപത്തെ അതിലെ പാപം മോചിക്കുക. പുതിയ നിയമ ഭക്തന് കിട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് പാപമോചനം. ആ പാപമോചനം ഒരുവന് കിട്ടുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അവന് കിട്ടുന്ന അനുഗ്രഹമാണ് പാപമോചനം, നീതീകരണം, നീതിമാൻ എന്ന പദവി. ഒരു പദവിയാണ്. അത് ലഭിക്കുന്നത് പാപമോചനത്തിലൂടെ. അത് തരുവാൻ കഴിയുന്നത് അതിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ശാസ്ത്രിമാർ അവിടെ യേശുവിൻ്റെ പ്രവൃത്തിയൊക്കെ അവർ സ്തോത്രം ദൈവദൂഷണം എന്നൊക്കെ പറയുന്നു. കാരണം യേശുവിനെ അവർ കാണുന്ന ഒരു മനുഷ്യനായിട്ട്. അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ പാപം മോചിക്കാൻ കഴിയുമെന്ന് പറയും. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, യേശു ദൈവമായിരുന്നത് കൊണ്ട് അവനിലുള്ള പാപത്തെ മോചിക്കപ്പെടുവാൻ കാരണം യേശുവിൻ്റെ മുൻപിൽ അവൻ എത്തി എന്നുള്ളത്. ഇന്ന് പകൽക്കാലം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നാം അറിയേണ്ട ഒരു മേഖല, യേശു ഒരു വിഷയത്തെ ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണുന്ന ബാഹ്യമായ തലത്തിൽ നിന്നല്ല, അതിൻ്റെ കാരണത്തെ ബേസ് ചെയ്തുകൊണ്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ് കർത്താവ്. നമ്മൾ അറിയണം. മറ്റൊരു പേരിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം താൻ ശിഷ്യന്മാരും ഒന്നിച്ച് ഗന്നേസരത്ത് തടാകത്തിൻ്റെ അക്കരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ യാത്ര ചെയ്യുന്ന ആ ബോട്ട് ആ ഗന്നേസരത്ത് തടാകത്തിൽ ആടി ഉലയുന്നു, വെള്ളം അതിൽ കയറുന്നു, കാറ്റടിക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ നിലവിളിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു. ഒരു വലിയ നിലവിളി, ആ ബോട്ടിനകത്ത് വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളൊക്കെ കാണുന്നുണ്ട്. യേശു എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്തത് ശിഷ്യന്മാരെ ശാസിച്ചില്ല. ശിഷ്യന്മാരോട് നിങ്ങൾ എന്തിനാ സ്തോത്രം പ്രധാനമായും അവിടെ ചെയ്യേണ്ടത് സ്തോത്രം ഹല്ലേലൂയ. യേശു ശാസിച്ചത് ഹല്ലേലൂയ അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിലവിളിപ്പിച്ച, ആ ബോട്ടിനെ വാടി ഉലയിപ്പിച്ച, പ്രൈസ് ദി ലോർഡ്, ആ മേഖല എല്ലാം വന്നത് ആ കാറ്റിലാണ്.
അല്ലെ കാറ്റിന്റെ ഉറവിടത്തെയാണ് യേശു ശാസിച്ചത്, അല്ലെ കാറ്റിനെ അയച്ച പൈശാചിക മേഖലയെ യേശു ശാസിച്ചത്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന മേഖലയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ വലുതായി കാണുന്നത്. എന്നാൽ ഹല്ലേലൂയ പിന്നിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മേഖല ഉണ്ട്. യേശു അതിനെ കണ്ടു, അതിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പക്ഷവാതക്കാരനെ രോഗിയാക്കിയത് പാപമായി. ഹല്ലേലൂയ. ആ കപ്പലിനെ ഹല്ലേലൂയ അവരുടെ ബോട്ടിനെ വെള്ളത്തിൽ മുക്കിക്കളയാൻ നോക്കിയത് ഹല്ലേലൂയ സ്തോത്രം കാറ്റിലൂടെ ആ പൈശാചിക മേഖല യേശു അതിനെയാ കണ്ടത്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഫിസിക്കലി ഉള്ള പലതിനെയും കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ വിഷയവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു അതിൻ്റെ കാരണം കണ്ട് ഹല്ലേലൂയ ആ കാരണത്തെ നമ്മിൽ നിന്ന് അകറ്റി നമ്മളെ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും ആരോഗ്യമുള്ളവരാക്കി തീർക്കുമെന്ന് പകൽക്കാലം അറിയണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹമാ പാപമോചനം എന്ന അനുഗ്രഹം. നീതിമാൻ എന്ന അനുഗ്രഹം യേശുവിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ദൈവത്തിനല്ലാതെ ആർക്കും തരുവാൻ കഴിയില്ല. പാപമെന്ന പദം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒരു മേഖലയാ പാപമെന്ന പദം കൊണ്ട് നമ്മൾ വീക്ഷിക്കുന്നു. ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ അതിൻ്റെ പേരാ പാപം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അവന് കിട്ടുന്ന അനുഗ്രഹം ശ്രേഷ്ഠമേറിയത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 32-ാം സങ്കീർത്തനത്തിലൂടെ അത് ചിന്തയെന്ന് പോയാൽ ദാവീദ് താൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ക്ഷമയ്ക്കായി യാചിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന സ്തോത്രം താൻ നിശ്ചലാവസ്ഥയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. താൻ തൻ്റെ മാലിന്യ സ്തോത്രത്തെ അസ്ഥി ക്ഷയിച്ചു എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പാപം ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഭീകരമേറിയ അവസ്ഥയാണ്. അവനെ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചു കളയുന്നു എന്ന ശിഷ്യന്മാർ നിലവിളിക്കുന്ന നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പൈശാചിക മേഖല പാപം ഇത് നമ്മളെ നശിപ്പിക്കുകയാണ്, നമ്മളെ നിശ്ചലമാക്കുകയാണ്, നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മളെ ജീവനുള്ളവരാക്കുക, ചൈതന്യമുള്ളവരാക്കുക, ഉത്സാഹമുള്ളവരാക്കുക, നമ്മളെ ഹല്ലേലൂയ മുൻപോട്ട് പോകുവാനുള്ള ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹം നമുക്ക് തരികയാണ്. 32-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ പഴയ നിയമത്തിൽ ഹല്ലേലൂയ പാപത്തിന്റെ പരിഹാരം യാഗമാ. ആ യാഗത്തിലൂടെ മനുഷ്യന് കിട്ടുന്നത് ഹല്ലേലൂയ സ്തോത്രം മറയ്ക്കപ്പെടുന്ന അവസ്ഥയാണ്. പാപം മറയ്ക്കപ്പെടും. അവിടെ പാപം ഒരിക്കലും മോചിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമ ഭക്തന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം പാപം മോചിക്കുക എന്ന അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. റോമാലേഖനം 5:13 പറയുന്നു, ന്യായപ്രമാണം വരെ പ്രൈസ് ദി ലോർഡ് പാപം ലോകത്തിൽ വാണിരും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ന്യായപ്രമാണം വരെ പാപത്തിന്റെ ഗ്രിപ്പ് പ്രൈസ് ദി ലോർഡ് ലോകത്തിലെ ഗ്രിപ്പ് കിടക്കുക, ആ ഗ്രിപ്പ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഹല്ലേലൂയ ഗ്രിപ്പ് പൊളിച്ചു. ഹല്ലേലൂയ ന്യായപ്രമാണത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ മറയ്ക്കൽ മാറിയിട്ട് മോചനത്തിലേക്ക് യേശുവിലൂടെ വരികയാണ്. പാപം മോചിക്കപ്പെടുന്ന ഒരു മനുഷ്യന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിന്നെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് പാപം ക്ഷമിക്കുക എന്നുള്ളത്. പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കും. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയ, നീതീകരണം പ്രാപിച്ച ഒരു മനുഷ്യന് ശുദ്ധീകരണമുണ്ട്. ആ ശുദ്ധീകരണം എന്നുള്ളത് ഹല്ലേലൂയ 1 യോഹന്നാൻ ഹല്ലേലൂയ ലേഖനം സഭയ്ക്ക് എഴുതുന്നതാ. സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ് ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് പാപം മോചിക്കപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ വരുന്നുവെങ്കിൽ അത് ഏറ്റുപറയണം. അതൊരു ശുദ്ധീകരണ പ്രക്രിയ. ആ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ തേജസ്കരണത്തിലേക്ക് എത്തും. നിത്യകാലം കർത്താവിനോട് അവിടെ വാഴുന്ന തേജസ്കരണ പ്രക്രിയയിലേക്ക് എത്തും. അപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പദവി നീതിമാൻ എന്ന പദവിയും നീതീകരണവുമാണെങ്കിൽ അടുത്ത ഒരു ലെവലെയാണ് നമ്മൾ കയറുന്നത്, പാപം ക്ഷമിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് സ്തോത്രം യാക്കോബിന്റെ ലേഖനം 5:15 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പിന്നെയും പറയുന്നാൽ
നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്ന സ്തോത്രം, പാപങ്ങളെ ഏറ്റുപറയണം. ഹല്ലേലൂയ. രോഗശാന്തി, രോഗത്തിന് അത് ശമനമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രോഗമുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 5-6 കാര്യങ്ങളെ പറയുന്നുണ്ട്. ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, പാപങ്ങളെ ഏറ്റുപറയുക. എവിടെ നിർത്തേണ്ടത്? പാവം ഒരു മനുഷ്യനിൽ വരുത്തുന്ന ഹല്ലേലൂയ സ്തോത്ര അവസ്ഥ എന്നുള്ളത് ഹല്ലേലൂയ അവനെ നിശ്ചലമാക്കി കളയും. തീരുമാനമെടുക്കാൻ കഴിയാതെ, മുൻപോട്ട് പോകാൻ കഴിയാതെ അവൻ നാശത്തിലും തകർച്ചയിലും അസ്ഥിയുരുക്കത്തിലും ഒക്കെ എത്തിക്കുവാനെ. പക്ഷപാതക്കാരനെ പോലെ ആളുകൾ ചുമന്നോട് നടക്കേണ്ടി വരും. എന്നാൽ പാപത്തിൽ നിന്ന് വിടുതലുണ്ട് യേശുവിലൂടെ നമ്മൾ കേട്ടു. ആ പാപത്തിലുള്ള വിടുതൽ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ മോചനം ഒരു മനുഷ്യന് കിട്ടിയാൽ അവന് കിട്ടുന്നത് സന്തോഷമാ, ഉത്സാഹമാ, ആവേശമാ, ആനന്ദമാ. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം പാപമോചനം കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലത്തിൽ ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവർ സന്തോഷിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് പോയി. അവർ സന്തോഷിച്ചു എന്നുള്ള പദം ഒത്തിരി ഇടങ്ങളിൽ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷം പാപമോചനത്തിൽ കിട്ടുന്ന സന്തോഷമാണ്. എന്നാൽ ഈ സന്തോഷത്തെ കെടുത്തുന്ന മേഖലയുണ്ട്. അതാണ് സ്തോത്ര. ഹല്ലേലൂയ. വീണ്ടും നമ്മളെ ആ അടിമമുഖത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മേഖലയുണ്ട്. അവിടെ നമ്മൾ പാപത്തെ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. അത് നമ്മളെ വീണ്ടും ഉത്സാഹത്തിലേക്ക്, ഊർജത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ മുമ്പോട്ട് പോകും. അതിന് പറയുന്ന പേര് ശുദ്ധീകരണമെന്ന്. ഹല്ലേലൂയ. പാപമോചനം ലഭിച്ചവന് അടുത്ത പദമാണ് പാപക്ഷമ എന്നുള്ള ശുദ്ധീകരണ പ്രക്രിയ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തുള്ള ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മെസ്സേജ് ഇവിടെ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് ഹല്ലേലൂയ സ്തോത്രം മരുന്നുണ്ട്. അത് യേശുവാണ്. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ പാപമോചനമുണ്ട്. പാപമോചനം ലഭിച്ച ആളിന് ശുദ്ധീകരണത്തിലും ഹല്ലേലൂയ സ്തോത്രം നിഷ്കളങ്ക മനസാക്ഷിയിലും ജീവിക്കും. ജീവിതത്തിൽ പിന്നെയും ഈ മേഖല പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന സമയങ്ങളെല്ലാം പാപക്ഷമ എന്ന ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അവൻ അതിജീവിച്ച് തേജസ്കരണത്തിലേക്ക് എത്തും. അതിനായി നമ്മെ സമർപ്പിക്കാം. പാപത്തിൽ തുടരരുത്, പാപത്തിൽ നിൽക്കരുത്. പാപം നമ്മളെ തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകാതെ യേശുവിനോട് കൂടെ ചേർന്ന് ജീവിക്കാം. ആ ജീവിതമാണ് ശ്രേഷ്ഠത. അതിനായി കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനം അങ്ങയുടെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും പാപമോചനം ലഭിക്കപ്പെട്ട ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം വാക്കില്, ചിന്തയില്, നോട്ടത്തില് അരുതാത്തതിലേക്ക് ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ ചലിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാലുകൾ ചലിച്ചിട്ടുണ്ട്, ചിന്തകൾ. കർത്താവേ, എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ആ പാപക്ഷമ എന്ന ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ദിനവും ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരിക്കലും മാറാതെ ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾ ഒരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് മാറുന്നത് ഞങ്ങൾ പക്ഷപാത രോഗിയെ പോലെയാകും. അങ്ങയിൽ നിന്ന് മാറുന്നത് കർത്താവേ ദാവീദിനെ പോലെ അസ്ഥി ഉരുക്കത്തിലേക്ക് ഞങ്ങൾ എത്തി. അങ്ങയിൽ നിന്ന് മാറുന്നത് ഞങ്ങൾ രോഗികൾ മാത്രമല്ല, അസമാധാനങ്ങളും കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഈ ലോകത്തിൽ ഹല്ലേലൂയ തകർച്ചയുടെ അവസ്ഥയിലൂടെ പോകും. വചനം കേൾക്കുന്ന ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഒരാൾ കർത്താവേ മേഖലയിലുണ്ടെങ്കിൽ കർത്താവേ ഹല്ലേലൂയ അവർക്ക് പാപ ക്ഷമ എന്ന ശുദ്ധീകരണം കൊടുത്ത് അവരെ വീണ്ടും അങ്ങയോട് ചേർത്ത് നിർത്തി അവരെ അനുഗ്രഹിക്കണമേ. തേജസ്കരണത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾ ഒരുക്കണം. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ ദിവസവും കർത്താവേ അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ ജനത്തെ അനുഗ്രഹിക്കണമേ. ഈ വചനം വെച്ച് അവരെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് ഞങ്ങൾക്ക് ആഴ്ച സുരേഷുള്ള നാമത്തെ പ്രാർത്ഥന ദയവായ സ്വകീയ പിതാവേ, ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിൽ തരട്ടെ. Have a blessed day. God bless you.